നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്, നമുക്കറിയാം നിലവിൽ ഇന്ത്യയിൽ ഇപ്പോൾ ഒരുപാട് ബ്രാൻഡ് നടന്മാരുണ്ട്. ചില നടന്മാർ ചുരുങ്ങിയ ടൈം കൊണ്ട് തന്നെ പെട്ടെന്ന് ബ്രാൻഡായി വളരുന്നു, പെട്ടെന്ന് തന്നെ ഹൈ സാലറി എല്ലാം വാങ്ങുന്നു. അപ്പോൾ പലർക്കുമുള്ള ഒരു ഡൗട്ടാണ്, ഇവരെക്കാളെല്ലാം നല്ല ആക്ടിങ് സ്കില്ലുള്ള ഒരുപാട് വർഷങ്ങളായി ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും എന്താ ഇത്രത്തോളം ഒരു ബ്രാൻഡ് ആവാത്തതെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ മലയാളത്തിലെ വലിയൊരു ബ്രാൻഡാണ് നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും. പാൻ ഇന്ത്യൻ അറിയപ്പെടുന്ന ഫേമസ് സ്റ്റാർസ് തന്നെയാണ്. പക്ഷെ ഒരു നടൻ പാൻ ഇന്ത്യനും ബ്രാൻഡ് ആവണമെങ്കിൽ അതിന് വേറെ ചില കാര്യങ്ങൾ വേണം. പല മലയാളീസ് അടക്കം പറയുന്നത്, നമ്മളെക്കാൾ ചെറിയ ഇൻഡസ്ട്രിയായ കന്നഡ ഇൻഡസ്ട്രി വരെ 500-1000 കോടിയെല്ലാം അടിച്ചു. അവിടെ പാൻ ഇന്ത്യൻ നടന്മാരും വന്നു. എന്നിട്ട് എന്താണ് നമുക്ക് പറ്റാത്തതെന്നാണ്. KGF സിനിമ 100 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമയാണ്. KGF 2 സിനിമ 1000 കോടിക്ക് മേലെ കളക്ഷൻ നേടി. ഇൻസ്റ്റഗ്രാമിലൂടെ പലരും കമന്റ് ചെയ്തും പിരികേറ്റിയും നമ്മുടെ മലയാളം ഫിലിം മേക്കേഴ്സും അവർക്ക് പറ്റിയെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പറ്റില്ല ഇങ്ങനെ വിചാരിച്ച് മലയാളത്തിൽ നിന്നൊരു എക്സ്പെരിമെന്റ് ചെയ്തു നോക്കി. 100 കോടി ബഡ്ജറ്റിൽ മലയാളത്തിൽ നിന്നൊരു പാൻ ഇന്ത്യൻ സിനിമയ്ക്ക് നല്ലൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. 100 കോടി കയറിയില്ലെങ്കിലും മിനിമം ഒരു 200 കോടിയെങ്കിലും കയറുമെന്ന് കരുതി. ആ ഒരു സിനിമയാണ് മരക്കാർ സിനിമ. നമുക്ക് പറയേണ്ട കാര്യമില്ല, ഈ ഒരു സിനിമ അങ്ങ് മറന്നേക്കാനാണ് ഡയറക്ടർ തന്നെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ ഒരു മരക്കാർ സിനിമ ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ അത്യാവശ്യം നല്ലൊരു വിജയമാക്കാമായിരുന്നു. മരക്കാർ സ്റ്റോറി വളരെ മികച്ചൊരു സ്റ്റോറിയാണ്. ഓൾറെഡി ഈ ഒരു സിനിമ പാൻ ഇന്ത്യൻ ടാർഗറ്റ് ചെയ്തിറക്കിയതാണ്. ഹിസ്റ്റോറിക് എപ്പിക് സിനിമകളെല്ലാം അത്യാവശ്യം മികച്ചതാണെങ്കിൽ നോർത്തിൽ നിന്നും കളക്ഷൻ നേടാൻ കഴിയും. ഇങ്ങനെയുള്ള ബിഗ് ബഡ്ജറ്റ് സിനിമകൾക്ക് എല്ലായിടത്തും ഓഡിയൻസ് ഉണ്ട്. പക്ഷെ മരക്കാർ സിനിമ കേരളത്തിൽ തന്നെ വലിയൊരു വിജയമായില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഈ ഒരു സിനിമയുടെ പ്രസന്റേഷൻ അല്പം വീക്കായ ആളുകൾക്ക് ഫീൽ ചെയ്തു. ആളുകളെ ഇമോഷണലി കണക്ട് ആക്കാൻ പറ്റിയില്ല. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് നമുക്കറിയാം മരക്കാർ ക്യാരക്ടറിന്റെ റിവെഞ്ച് സ്റ്റോറിയാണ്. സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ ഈ ഒരു സീനെല്ലാം തിയേറ്റേഴ്സിൽ വളരെ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കുമെന്നാണ് ആളുകൾ കരുതിയത്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയായിരുന്നില്ല. പിന്നെയുള്ളതാണ് ചിന്നാലി. യഥാർത്ഥ മരക്കാർ സ്റ്റോറി ചിന്നാലി എല്ലാം വളരെ മികച്ച വാരിയേഴ്സ് ആണ്. ഈ ഒരു സിനിമയിൽ കാണിച്ചിരിക്കുന്നത് ബംഗാളികളുടെ റീൽസ് പോലെ ഇടി ഉണ്ടാക്കി തട്ടിപ്പോകുന്നതാണ്. എന്നാൽ ആ ഒരു സീൻ കാണുമ്പോൾ ആളുകൾക്ക് ചെറിയ രീതിയിൽ ഒരു ഇമോഷണൽ ഫീലിംഗ് തോന്നേണ്ടതായിരുന്നു. അപ്പോഴാണ് ഐക്കോണിക്കായ ഈ ഒരു ഡയലോഗ് വന്നത്. ഈ ഒരു ഡയലോഗ് മാത്രമല്ല, മൊത്തത്തിൽ എല്ലാ ക്യാരക്ടേഴ്സിന്റെയും ഡയലോഗ് ഡെലിവറിക്ക് എന്തൊക്കെയോ ഒരു തകരാറുണ്ടായിരുന്നു. പിന്നീട് ചിന്നാലിയെ തട്ടിയാളെ മരക്കാർ തട്ടുന്നു. പിന്നീട് ഒരു വാർ സീനെല്ലാം വരുന്നുണ്ട്. വാർ സീനെല്ലാം ശരിക്കും പറഞ്ഞാൽ സിനിമയിലെ ആളുകൾ ത്രില്ലിംഗ് ആയി കാണേണ്ട സീനാണ്. ഈ ഒരു സിനിമയിലെ വാർ സീനുകൾ അല്പം കൂടി ബെറ്റർ ആക്കാമായിരുന്നു. നോർമലി സിനിമകളിൽ വാർ സീനുകളിൽ ഒരു എപ്പിക് BGM ആയിരിക്കും. ഈ ഒരു സിനിമയിലെ ആ ഒരു ടൈമിൽ വ്യത്യസ്തമായ ഒരു BGM ആയിരുന്നു. BGM അപ്പോൾ മാച്ച് ആയില്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് എല്ലാരും കൂടി ഒരുമിച്ച് കൂടി ഒരു കൂട്ടത്തല്ല് നടത്തുന്നതാണ്. ഈ ഒരു സിനിമയ്ക്ക് 100 കോടി ബഡ്ജറ്റ് ഉണ്ടെങ്കിലും അത് പ്രോപ്പറായി യൂസ് ചെയ്തോ എന്നുള്ളത് നമുക്കൊരു ഡൗട്ടാണ്. ഈ ഒരു സിനിമയിൽ വലിയൊരു കാസ്റ്റിംഗ് ഉണ്ടായിരുന്നു. ബാഹുബലിയുടെ ക്യാൻവാസും കുഞ്ഞാലി മരക്കാരുടെ ക്യാൻവാസും ഒന്ന് തന്നെ. വലിയൊരു സെറ്റ് ഉണ്ടായിരുന്നു, VFX ഉണ്ടായിരുന്നു. മറ്റൊന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല. 100 കോടി ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ആർക്കും പാൻ ഇന്ത്യനാവാം എന്ന് പറഞ്ഞൊരു പടം പിടിച്ചതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. കാരണം എന്തെന്നാൽ സിനിമയിലെ ഭൂരിഭാഗം സീനുകളും വേൾഡ് ഫേമസ് സിനിമയായ ബ്രേവ് ഹാർട്ട് സിനിമയിൽ നിന്ന് എടുത്തതാണ്. ബ്രേവ് ഹാർട്ട് ഒരു ഹോളിവുഡ് സിനിമയാണ്. ഇത്രയും സീനുകൾ എടുത്താൽ അവർ കോപ്പിറൈറ്റ് നോട്ടീസ് അയക്കില്ലേ എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകാം. ശരിക്കും പറഞ്ഞാൽ വലിയ വലിയ ഹോളിവുഡ് സിനിമകളുടെ സീനുകൾ പല കൺട്രീസിലും ചെറിയ ചെറിയ ഇൻഡസ്ട്രികൾ പല സീനുകളും ഇൻസ്പയർ ആകാറുണ്ട്. ചിലപ്പോഴൊക്കെ നേരിട്ടും എടുക്കാറുണ്ട്. അവരൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെയുള്ള ചെറിയ സിനിമകൾ വലിയ രീതിയിൽ ഫേമസ് ആകില്ല, അവരുടെ മുന്നിലേക്ക് എത്തുന്നില്ല. ഇനി അഥവാ എത്തിയാൽ തന്നെ അവർ അങ്ങനെ പെട്ടെന്ന് കോപ്പിറൈറ്റ് കൊടുക്കില്ല. കാരണം ചെറിയ ഇൻഡസ്ട്രിയാണ്. കോപ്പിറൈറ്റ് കൊടുത്ത് വർഷങ്ങളോളം അതിന്റെ പുറകെ നടന്നു. വിജയിച്ചാലും വലിയൊരു ബെനിഫിറ്റ് കിട്ടാനില്ല. ഇനി ബോളിവുഡ് ആണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയാണ് ബോളിവുഡ്. അവർ ഒരു ബിഗ് ബഡ്ജറ്റിൽ ഈ ഒരു പടം എടുത്തു എന്ന് കരുതൂ, ശേഷം വേൾഡ് വൈഡായി പ്രമോഷൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവർ ഒന്ന് കോളറിന് കയറി പിടിക്കാനും. അല്ലാതെ ചെറിയ സിനിമകളെല്ലാം എടുത്താൽ അവർ അത് ശ്രദ്ധിക്കുക പോലുമില്ല. അങ്ങനെ നമ്മുടെ മരക്കാർ സിനിമയുടെ ക്ലൈമാക്സ് വരെ ബ്രേവ് ഹാർട്ടുമായി മാച്ചിങ് ആയിരുന്നു. ഈ ഒരു സിനിമ ഒരു ഡയറക്ടർ ഡെഡിക്കേറ്റഡ് ആയി എടുത്തിരുന്നെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ റീച്ച് കിട്ടാനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉണ്ടായിരുന്നു. ഇനി പാൻ ഇന്ത്യൻ റീച്ച് ആയില്ലെങ്കിലും എങ്ങനെ പോയാലും ഒരു 200 കോടിയെങ്കിലും അന്നേ കിട്ടുമായിരുന്നു. മറ്റൊരു സിനിമയാണ് ബറോ സിനിമ. ഈ ഒരു സിനിമയ്ക്കും 100 കോടിക്ക് മേലെ ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. മലയാളത്തിൽ നിന്ന് വന്ന മറ്റൊരു പാൻ ഇന്ത്യൻ സിനിമ. ഈ ഒരു സിനിമയ്ക്കും പാൻ ഇന്ത്യൻ എന്നല്ല മലയാളത്തിലടക്കം വലിയൊരു വിജയം നേടാൻ കഴിഞ്ഞില്ല. പലരും ഈ ഒരു സിനിമയെ ഇന്നും എയറിൽ കയറ്റുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈ ഒരു സിനിമ കൊണ്ട് ലാലേട്ടൻ ഉദ്ദേശിച്ചത് റിയൽ 3D എന്ന് പറഞ്ഞ സംഭവമാണ്. നമ്മൾ നോർമലി കാണുന്ന ഇപ്പോൾ ഇറങ്ങുന്ന ഒട്ടുമിക്ക ഹോളിവുഡ് സിനിമകളും 3D ആണെങ്കിലും അതൊന്നും റിയൽ 3D അല്ല.
നോർമലായി ഷൂട്ട് ചെയ്ത് 3D കൺവേർട്ട് ചെയ്ത സിനിമകളാണ്. എന്നാൽ റിയൽ 3D എന്ന് പറയുന്നത് 3D ക്യാമറ യൂസ് ചെയ്ത് ഷൂട്ട് ചെയ്ത സിനിമകളാണ്. 84 പുറത്തിറങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ 3D സിനിമയായ കുട്ടിച്ചാത്തൻ സിനിമയാണ് റിയൽ 3D യൂസ് ചെയ്തിട്ടുള്ളത്. നോർമൽ 3Dയും റിയൽ 3Dയും തമ്മിൽ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. 3D എഫക്ട്സ് അല്പം കൂടി ബെറ്റർ ആ ഒരു റിയൽ 3D ആയിരിക്കും. പലരും പറഞ്ഞിരുന്നു സിനിമ അത്ര പോരായെങ്കിലും 3D വളരെ മികച്ചതായിരുന്നുവെന്ന്. ലാലേട്ടൻ സ്റ്റോറി കൂടി ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ സിനിമ വളരെ ബെറ്റർ ആകുമായിരുന്നു. ലാലേട്ടൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഇത് കുട്ടികൾക്ക് വേണ്ടി ഇറക്കുന്ന സിനിമയാണ്. പക്ഷെ നമ്മൾ ഡിസ്നി സിനിമകൾ വരെ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ആരും അങ്ങനെ സിനിമ ഇറക്കുന്നില്ല. കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുമെങ്കിലും ആർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡിസ്നി അടക്കമുള്ള പല കമ്പനികളും കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമ എന്ന ലേബലിൽ പല സിനിമകളും ഇറക്കുന്നത്. കാരണം ഡിസ്നിക്ക് അറിയാം കുട്ടികളെ തിയേറ്ററിൽ കൊണ്ടുവരുന്നത് പേരൻസ് ആണ്. അപ്പോൾ പേരൻസിനും എന്തെങ്കിലും കണ്ടിരിക്കാൻ പറ്റണം. അങ്ങനെ നമ്മുടെ ബറോസും പ്രതീക്ഷിച്ചത്ര വിജയം നേടിയില്ല. 100 കോടിക്ക് മേലെ ബഡ്ജറ്റുള്ള സിനിമയായിരുന്നു. ഒരു പാൻ ഇന്ത്യൻ സിനിമയായിരുന്നു. പക്ഷേ ബഡ്ജറ്റ് പോലും തിരിച്ചു കിട്ടി. മറ്റൊരു പാൻ ഇന്ത്യൻ ട്രൈ ആയിരുന്നു നമ്മുടെ എമ്പുരാൻ സിനിമ. 100 കോടിക്ക് മേലെ ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. സിനിമയ്ക്ക് കേരളത്തിലെ ഒരു മിക്സഡ് റെസ്പോൺസ് ആണ് കിട്ടിയത്. എങ്കിലും സിനിമ നമുക്കറിയാം വലിയൊരു കളക്ഷൻ നേടി. പക്ഷേ പാൻ ഇന്ത്യൻ ആയില്ല. പാൻ ഇന്ത്യൻ ആയില്ല എന്ന് മാത്രമല്ല നോർത്തിൽ ഈ ഒരു സിനിമ കൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടായി. ഈ ഒരു സിനിമയുടെ പേരിൽ ഇന്നും പൃഥ്വിരാജിന് നോർത്തിൽ നിന്ന് നെഗറ്റീവ് കമന്റുകൾ വരുന്നു. പിന്നീടും ഒരുപാട് പാൻ ഇന്ത്യൻ സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും 100 കോടി ബഡ്ജറ്റിലല്ല, ഏറ്റവും വലിയ ബഡ്ജറ്റിൽ പാൻ ഇന്ത്യൻ എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ളത് നമ്മുടെ ലാലേട്ടൻ തന്നെയാണ്. കാരണം എന്തെന്നാൽ മലയാളത്തിലെ ഏറ്റവും ഡിസ്ട്രിബ്യൂഷൻ പവർ ഉള്ളത് നമ്മുടെ ലാലേട്ടന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഏറ്റവും സ്യൂട്ടബിൾ നമ്മുടെ ലാലേട്ടൻ തന്നെയാണ്. ലാലേട്ടൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബ്രാൻഡ് വാല്യൂ ഉള്ളത് നമ്മുടെ മമ്മൂക്കിക്കാണ്. പക്ഷെ ലാലേട്ടൻ അല്പം കൂടുതലാണ്. നമ്മൾ ലാലേട്ടന്റെ പടത്തിന്റെ കളക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ പടം പോസിറ്റീവായാൽ മലയാളത്തിലെ മറ്റു നടന്മാരെക്കാളും കളക്ഷൻ വളരെ കൂടുതലായിരിക്കും. ഇതെന്തുകൊണ്ടെന്നാൽ ലാലേട്ടന് ഇന്ത്യക്ക് പുറത്തൊരു പിടിയും. ലാലേട്ടന്റെ വലിയ കളക്ഷൻ നേടിയ ഒട്ടുമിക്ക സിനിമകളും നോക്കിയാൽ വലിയൊരു കളക്ഷൻ ഓവർസീസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓവർസീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്തുള്ള കളക്ഷനാണ്. അതായത് ഇന്ത്യക്ക് പുറത്തുള്ള മലയാളി ഓഡിയൻസിലേക്ക് നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ ലാലേട്ടന്റെ സിനിമകൾ കൂടുതലായി എത്തുന്നുണ്ട്. നമ്മൾ ലൂസിഫറിന്റെ കളക്ഷൻ തന്നെ നോക്കിയാൽ 66 കോടി കേരളത്തിൽ നിന്ന് നേടി. ഒരു 12 കോടി കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ തന്നെയുള്ള മറ്റ് സ്റ്റേറ്റിൽ നിന്ന് നേടി. രണ്ടും കൂട്ടിയാൽ ഒരു 80 കോടിക്കടുത്ത് വരും. പക്ഷെ ഓവർസീസിൽ നിന്ന് എക്സ്ട്രയായി ഒരു 50 കോടി കളക്ഷൻ കിട്ടി. അങ്ങനെ ടോട്ടൽ 130 കോടി. ഇനി ബിസിനസ് കളക്ഷൻ ചേർത്താൽ 200 കോടിക്കടുത്ത് വരും. ഈ ബിസിനസ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ മ്യൂസിക്, OTT, TV ഇതെല്ലാം ചേർത്തതാണ്. ഇനി എമ്പുരാൻ സിനിമ ടോട്ടൽ 268 കോടി കളക്ഷൻ നേടി. 150 കോടിക്കടുത്ത് ഈ ഒരു സിനിമയ്ക്ക് ബഡ്ജറ്റ് ഉണ്ട്. കേരളത്തിൽ നിന്ന് 86 കോടി നേടി. മറ്റ് സ്റ്റേറ്റിൽ നിന്ന് 22 കോടി നേടി. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് ഒരു 108 കോടിക്കടുത്തായി. പക്ഷെ ഓവർസീസിൽ നിന്ന് എക്സ്ട്രാ 122 കോടി. ഇനി തുടരും സിനിമ നോക്കിയാൽ തുടരും സിനിമ ടോട്ടൽ 232 കോടി കളക്ഷൻ നേടി. ഇന്ത്യയിൽ നിന്ന് ഒരു 118 കോടി. ഓവർസീസിൽ നിന്ന് 90 കോടിക്ക് മേലെ. ഇനി മമ്മൂക്കയോടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമ അത് ഭീഷ്മപർവ്വം സിനിമയാണ്. 85 കോടി കളക്ഷൻ നേടി. 50 കോടിക്കടുത്ത് ഇന്ത്യയിൽ നിന്നും 35 കോടിക്കടുത്ത് ഓവർസീസിൽ നിന്നും നേടി. മമ്മൂക്കയുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ രണ്ടാമത്തെ സിനിമ കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയാണ്. 50 കോടി ഇന്ത്യയിൽ നിന്നും 30 കോടിക്കടുത്ത് ഓവർസീസിൽ നിന്നും കിട്ടി. ഏകദേശം ഒരു 80 കോടി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ലാലേട്ടനുമായി കമ്പയർ ചെയ്യുമ്പോൾ മമ്മൂക്കയ്ക്ക് ഓവർസീസിൽ പിടി അല്പം കുറവാണ്. അങ്ങനെ നോക്കിയാൽ ലാലേട്ടൻ സിനിമകൾ കൂടുതൽ തിയേറ്റേഴ്സിലേക്ക് എത്തും. ഇതിന്റെ കാരണം ബ്രാൻഡ് വാല്യൂ ആണ്. 2013 ദൃശ്യ സിനിമ ഇൻഡസ്ട്രി ഹിറ്റടിച്ചു. പിന്നീട് പുലിമുരുകൻ സിനിമ വന്നു. മലയാളത്തിലെ തന്നെ ആദ്യത്തെ 100 കോടി. ഈ ഒരു സിനിമ കൊണ്ട് തന്നെ ലാലേട്ടൻ മലയാളത്തിലെ വലിയൊരു ബ്രാൻഡായി മാറിയിരുന്നു. പിന്നീട് ലാലേട്ടനെ തേടി ബിഗ് ബഡ്ജറ്റ് സിനിമകൾ വന്നു. ഒരു സിനിമ വലിയൊരു കളക്ഷൻ നേടിയാൽ ആ ഒരു നടനെ തേടി ബിഗ് ബഡ്ജറ്റ് സിനിമകൾ വരും. കൂടുതൽ വിതരണക്കാരും വരും. അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ പവർ കൂടും. പിന്നീട് ഇറങ്ങുന്ന സിനിമകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തും. കൂടുതൽ കളക്ഷൻ കിട്ടും. അങ്ങനെ ഒരു സിനിമ വീണ്ടും ഡബിൾ വിജയമായാൽ വീണ്ടും ഡിസ്ട്രിബ്യൂഷൻ പവർ കൂടും. ബ്രാൻഡ് വാല്യൂവും കൂടി വരും. നമ്മുടെ ലാലേട്ടൻ പ്രോപ്പറായ ഒരു ട്രാക്ക് ഫോളോ ചെയ്യുന്നുണ്ട്. ഓരോ നടന്മാർക്കും ഓരോ ട്രാക്ക് ആയിരിക്കും. നമ്മുടെ ലാലേട്ടന് 2 തരം ട്രാക്കുണ്ട്. ഒന്ന് ഫാൻസിന് വേണ്ടിയുള്ള മാസ് ക്യാരക്ടേഴ്സ്, രണ്ടാമത്തേത് ഫാമിലി ഓഡിയൻസിന് കൂടി കാണാൻ പറ്റുന്ന അങ്ങനെയുള്ള സിനിമകൾ. ദൃശ്യം, തുടരും, ഒപ്പം, പുലിമുരുകൻ ഇതിലെല്ലാം ഒരു പാവമായ നിഷ്കളങ്കനായ ക്യാരക്ടേഴ്സ് പല കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നു. ഇതുകൊണ്ട് തന്നെ നല്ലൊരു ഫാമിലി സപ്പോർട്ട് നമ്മുടെ ലാലേട്ടനുണ്ട്. പണ്ട് ലാലേട്ടനേക്കാൾ കൂടുതൽ മമ്മൂക്ക ഫാമിലി സിനിമകൾ ചെയ്തു നല്ലൊരു ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നീട് മമ്മൂക്ക പല പല ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ട്രൈ ചെയ്തു. ഇന്നും മമ്മൂക്ക പുതിയ പുതിയ ഡിഫറെന്റ് ക്യാരക്ടേഴ്സിനെ ട്രൈ ചെയ്യുന്നു.
ഇങ്ങനെയുള്ള ക്യാരക്ടർ എക്സ്പെരിമെന്റ് നമ്മുടെ മമ്മൂക്കയാണ് മുന്നിൽ. ഇങ്ങനെ ഫാമിലി സിനിമകൾ കുറഞ്ഞപ്പോൾ ഫാമിലി ഓഡിയൻസും കുറഞ്ഞു. പിന്നെയുള്ളത് ഫാൻസ് പവറാണ്. ഫാൻസുകാർക്ക് കാണേണ്ട മമ്മൂക്ക വളരെ സ്റ്റൈലിഷായ മാസ് ക്യാരക്ടേഴ്സാണ്. ത്രില്ലർ സിനിമകളും വിജയിച്ചു. നമ്മുടെ ഭീഷ്മ സിനിമ വിജയമായി. പിന്നീട് മമ്മൂക്ക സെയിം ട്രാക്കിൽ മറ്റൊരു പടം ഇറക്കിയെന്ന് കരുതുക, അതും വലിയൊരു വിജയമായി. വീണ്ടും ഇറക്കി, അതും വിജയമായി. പിന്നീട് ഇറക്കിയ പടം മൗത്ത് പബ്ലിസിറ്റി വഴി ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ മമ്മൂക്കയും ഒരു വലിയ ബ്രാൻഡാവും. എന്നാൽ നിലവിലൊരൽപ്പം ബ്രാൻഡ് വാല്യൂ കൂടുതൽ നമ്മുടെ ലാലേട്ടനാണ്. അപ്പോൾ ലാലേട്ടന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ വന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പാൻ ഇന്ത്യൻ എക്സ്പെരിമെന്റുകൾ നമ്മുടെ ലാലേട്ടന്റെ പേരിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ പാൻ ഇന്ത്യൻ എക്സ്പെരിമെന്റുകളെല്ലാം തന്നെ എന്തുകൊണ്ട് റീച്ച് ആയില്ല എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം. ഈ സിനിമകളെല്ലാം തന്നെ കേരളത്തിലെ വിജയമായില്ല. പിന്നെ എങ്ങനെയാണ് പാൻ ഇന്ത്യനെ പിടിക്കുന്നത്? പാൻ ഇന്ത്യനെ പിടിക്കണമെങ്കിൽ സിനിമയിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി വേണം. അവർ കാണാത്ത ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരണം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തിരൻ സിനിമ പാൻ ഇന്ത്യൻ വൈറലായിരുന്നു. കാരണം നമുക്ക് തന്നെ അറിയാം, ഇങ്ങനെ ഒരു സിനിമ ഇന്ത്യയിൽ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ആദ്യമായി ഇങ്ങനെ ഒരു സിനിമ ഇന്ത്യയിൽ ആര് കണ്ടാലും, ഒരാൾ കണ്ടാൽ എന്തായാലും അടുത്ത ആളോട് പറയും. അങ്ങനെ മൗത്ത് പബ്ലിസിറ്റി വഴി വൈറലായി പോകും. 100 പ്രൊമോഷനേക്കാൾ മേലെയാണ് ഇങ്ങനെയുള്ള മൗത്ത് പബ്ലിസിറ്റി. ആളുകൾ തമ്മിൽ പറഞ്ഞുള്ള പ്രൊമോഷൻ. നമ്മൾ അത്യാവശ്യം പ്രൊമോഷൻ ചെയ്ത് നോർത്തിലേക്ക് പടം എത്തിച്ചാൽ പടം അത്രയും അടിപൊളിയാണെങ്കിൽ പിന്നീട് മൗത്ത് പബ്ലിസിറ്റി വഴി പടം അങ്ങനെ കയറി പൊക്കോളും. പക്ഷേ പാൻ ഇന്ത്യനെ പിടിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി കണ്ടന്റ് വേണം. അത് നന്നായി പ്രസന്റ് ചെയ്യണം. ബാഹുബലി സിനിമ നമ്മൾ ഇത്രയും ക്വാളിറ്റി ഉള്ള ഇങ്ങനെ ഒരു എപ്പിക് സിനിമ ഇന്ത്യയിൽ ആദ്യമായാണ് കണ്ടത്. KGF സിനിമ, KGF എന്ന കോൺസെപ്റ്റ്, സിനിമയുടെ കളർ ഗ്രേഡിങ്, ഡയലോഗ്സ്, BGM ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് ടൈമാണ് കണ്ടത്. പുഷ്പ സിനിമയുടെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഒരു വെറൈറ്റി ഇല്ലെങ്കിലും അവിടുത്തെ വർക്കിംഗ് ക്ലാസിനെ പിടിച്ച സിനിമയാണ്. അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ആരും കാണാത്തൊരു സംഭവം ആദ്യമായിട്ട് കൊണ്ടുവന്ന് നന്നായി പ്രസന്റ് ചെയ്താൽ എന്തായാലും വൈറലാവും. ആദ്യമായിട്ട് വരുന്നതും രണ്ടാമത് അങ്ങനെയുള്ള മറ്റൊരു സിനിമ വരുന്നതും തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ലോക സിനിമ നോക്കിയാൽ ലോക ഒരു സൂപ്പർ ഹീറോ സിനിമയാണ്. പക്ഷെ നോർത്തിൽ 2006 ടൈമിലെ കൃഷി പോലെയുള്ള സിനിമകൾ അവർ കണ്ടതാണ്. ആ ഒരു ടൈമിൽ തന്നെ നല്ല ക്വാളിറ്റി സൂപ്പർ ഹീറോ സിനിമ. ലോക സിനിമയിൽ ചാത്തൻ, ഒടിയൻ, യക്ഷി ഇവരെല്ലാം സൂപ്പർ ഹീറോ ആകുമ്പോൾ നമുക്കതൊരു വെറൈറ്റിയാണ്. പക്ഷെ ഇതെല്ലാം കേരളവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് കണക്ട് ആവുന്നത് പോലെ ആർക്കും കണക്ട് ആവില്ല. മാർക്കോ സിനിമ ഒരു പാൻ ഇന്ത്യൻ റിലീസ് ആയിരുന്നില്ല, എങ്കിലും അവിടെ ചെറിയ രീതിയിൽ വൈറലായി. ഇതെന്തുകൊണ്ടെന്നാൽ ഇതൊരു വെറൈറ്റി ലാബല്ലോ എന്ന സിനിമയാണ്. അപ്പോൾ അങ്ങനെ ഒരു വെറൈറ്റി കോൺസെപ്റ്റിൽ ഒരു സിനിമ എടുത്ത് നന്നായി പ്രസന്റ് ചെയ്തു, അത് നോർത്തിൽ പ്രൊമോട്ട് ചെയ്തു. മൗത്ത് പബ്ലിസിറ്റി വഴി സിനിമ കയറി വന്നാൽ മാത്രമേ നമുക്കൊരു പാൻ ഇന്ത്യൻ ഹിറ്റ് കിട്ടുകയുള്ളൂ. നമ്മൾ അറിയേണ്ട കാര്യം, ഇന്ത്യയിലെ ആദ്യത്തെ പാൻ ഇന്ത്യൻ സിനിമ നമ്മുടെ മലയാളം ഇൻഡസ്ട്രി ഇറക്കിയതാണ്. ആ ഒരു സിനിമയാണ് കുട്ടിച്ചാത്തൻ സിനിമ, ഇന്ത്യയിലെ ആദ്യത്തെ 3D. അതും ഒരു വെറൈറ്റി ആയിരുന്നു. ഫ്യൂച്ചറിൽ എന്തായാലും നമുക്കും ഒരു പാൻ ഇന്ത്യൻ ഹിറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം.